കൈലാസനാഥനായ സാക്ഷാൽ മഹാദേവൻ ഒരിക്കൽ നായാട്ടിനായി കരിമല എന്ന വനത്തിലേക്ക് എത്തി. ദേ നോക്കിയേ, ഇന്ന് നമ്മുടെ കാട്ടിലൊരു പുതിയ അതിഥി വന്നിട്ടുണ്ടല്ലോ. കയ്യില് വില്ലൊക്കെ ഉണ്ട്, പക്ഷെ കണ്ടിട്ട് വേട്ടക്കാരനാണെന്ന് തോന്നില്ല. നായാട്ടിനുപരി മഹാദേവനെ ആ വനത്തിലേക്ക് അടുപ്പിച്ചത് കൈലാസം പോലെ പൂർണ്ണമായ ആ കാടിന്റെ സൗന്ദര്യമാണ്. എന്നാൽ ആ വനസൗന്ദര്യത്തിന് മേലെ മറ്റൊന്ന് കാലം കരുതി വെച്ചിരുന്നു. ഈ വന്യതയിൽ ഇത്രയും മനോഹരമായ സംഗീതമാ. ആരാണത്? അങ്ങ് ആ ശബ്ദത്തെയാണോ തിരിയുന്നത്? ആ വനദേവതയുടെ ചിരി കേട്ടാൽ ഏത് വേട്ടക്കാരനും തന്റെ ആയുധം തന്നെ മറന്നുപോകും. എന്താ, മറന്നുപോയോ? സംഗീതത്തിന്റെ പൂർണ്ണതയിലുപരി ആ ശബ്ദം മഹാദേവന്റെ ഹൃദയത്തെ കീഴടക്കിയിരുന്നു. അവൾ ആരെന്ന ചോദ്യം അദ്ദേഹത്തിന്റെ പാദങ്ങളെ യാന്ത്രികമായി ചലിപ്പിച്ചു. ഈ ഗന്ധം, ചന്ദനത്തിന്റെ സുഗന്ധം, അതീവനമാകെ നിറയുന്നു. നീ എവിടെയാണ്? പ്രകൃതിയുടെ സൗന്ദര്യം ആവാഹിച്ചെടുത്ത അങ്കലാവണ്യം. കാറ്റിനൊത്ത് ആ കാർമുടി ചുരുളുകൾ പാറിപ്പറക്കുമ്പോൾ അവിടെ എങ്ങും ചന്ദനത്തിന്റെ സുഗന്ധം അലയടിക്കാൻ തുടങ്ങിയിരുന്നു. നിന്റെ രൂപം ഈ വനത്തേക്കാൾ സുന്ദരമാണ്. ദേവി, അവിടുന്ന് ആരാണ്? അവളെ കണ്ട മാത്രയിൽ തന്നെ ഭഗവാനിൽ അനുരാഗമുണർന്നു. അദ്ദേഹം ആ വനകന്യകയെ സ്വന്തമാക്കാൻ അതിയായി ആഗ്രഹിച്ചു. ഒരു സാധാരണ കാട്ടുവാസിയായി വേഷം മാറിയ ഭഗവാൻ അവളുടെ അരികിലേക്ക് മെല്ലെ നടന്നെടുത്തു. അല്ലയോ യാത്രിക, അമ്മ ആരാണ്? ഈ കൊടുങ്കാട്ടിൽ ഒറ്റയ്ക്ക് എന്തിനാണ് അലഞ്ഞുതിരിയുന്നത്? കാണാൻ ഒരു സാധാരണ ആളെ പോലെ ഉണ്ടെങ്കിലും അങ്ങയുടെ കണ്ണുകളിൽ ഒരു തേജസ് ജ്വലിക്കുന്നുണ്ടല്ലോ. ആ ചോദ്യത്തിന് മറുപടി എന്നോണം മഹാദേവൻ പറഞ്ഞു, ഞാൻ ഈ കാനനങ്ങളിൽ നായാട്ട് നടത്തി ജീവിക്കുന്ന ഒരു വേട്ടക്കാരനാണ്. നിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ ഒരു കാമുകനെന്നും പറയാം. തന്നെ വശീകരിക്കാൻ ശ്രമിക്കുന്ന ഈ അപരിചിതന്റെ മാതൃക പ്രഭാവത്തിൽ അവൾ ആകെ അമ്പരന്നു. വസ്ത്രധാരണത്തിലും നടപ്പിലും അയാൾ ഒരു കാട്ടുവാസിയാണെങ്കിലും എന്തോ ഒരു ദൈവികത അവൾക്ക് അനുഭവപ്പെട്ടു. അവൾ ആ ചോദ്യം വീണ്ടും ആവർത്തിച്ചു. സത്യം പറയും, വേഷം മാറി വന്ന് അങ്ങ് ആരാണ്? എവിടുന്നാണ് വരുന്നത്? മഹാദേവൻ തികഞ്ഞൊരു പുഞ്ചിരിയോടെ ആ സ്ത്രീയോട് പറഞ്ഞു, നീ എന്നെ ആരെന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് തന്നെയാണ് ഞാൻ. എങ്കിലും ഈ നിമിഷം മുതൽ ഞാൻ നിനക്ക് കൂളിവാകനാണ്. കൂളിവാകയുടെ ഉള്ളം ഭയം കൊണ്ട് വിറച്ചു പോരുന്നു. ഒരു കാട്ടാളന്റെ വാക്കുകൾക്ക് മുന്നിൽ തരിച്ചു നിൽക്കാതെ തന്റെ ആത്മശുദ്ധി കാത്തു സൂക്ഷിക്കുവാനായി അവൾ അവിടെ നിന്നും അതിവേഗം ഓടിമറന്നു. കാടിന്റെ വന്യതയിലേക്കും വള്ളിപ്പടർപ്പുകളിലേക്കും കിതച്ചുകൊണ്ടോടിയവർ ഒടുവിൽ വിജനമായ ഒരിടത്ത് അഭയം തേടി. ശ്വാസം അടക്കി പിടിച്ചൊളിച്ചിരിക്കുമ്പോഴും ആ കാട്ടാളൻ തന്നെ പിന്തുടരുമെന്ന ഭയം അവളുടെ ഉള്ളിൽ ഒരു തീക്കനലായി എരിഞ്ഞുകൊണ്ടിരുന്നു. എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചിട്ട് മറ്റൊരു മാർഗവുമില്ലാതെ വന്നപ്പോൾ കൂളിവാക തന്റെ ഇഷ്ടദേവതയായ വനദുർഗയെ മനമൊരുക്കി വിളിച്ചു.